ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ദേ അവനെ ഇത് ചെയ്തത് കല്യാണി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവനെ വെടിവെക്കാൻ വേണ്ടി ഞാൻ തോക്കെടുത്തതാ. പക്ഷേ അവൻ്റെ കാലുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന തോക്ക് അവൻ തട്ടിത്തെറിപ്പിച്ചു. അറിയാലോ, അവനൊരു പക്ക ക്രിമിനലാ, ഗംഗാപ്രസാദിനേക്കാളും മുകളിലാ അവൻ. അങ്ങനെയുള്ളപ്പോൾ അവനെ മോഷണത്തിലും തലക്കടിയിൽ നിന്നും മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ മോളെ നീ സൂക്ഷിക്കണം ചേച്ചി. എനിക്ക് അവനെ പേടിയൊന്നുമില്ല. ആ നടു റോട്ടിലിട്ട് അവൻ്റെ കരണത്തടിച്ച് പ്രതികരിച്ചവളാ ഞാൻ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ അനിയനാണ് അവനെ നേർവഴിക്ക് നടത്തേണ്ടതും അവനെ എല്ലാവരെയും വേദനിപ്പിക്കുന്നവനാണ് അവനെങ്കിൽ അവനെ ഈ ലോകത്തു നിന്ന് പറഞ്ഞു വിടേണ്ടതും നമ്മുടെ കയ്യിൽ തന്നെ ചേച്ചി. അതുകൊണ്ട് നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കിരണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഇനി എൻ്റെ അനിയനാണെന്നുള്ളൊരു സിമ്പതിയും അവനോട് വേണ്ട. അത് കേട്ടതും നമ്മുടെ കിരൺ, അതേ കല്യാണി, ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നിൻ്റെ അനിയനാണ്, എൻ്റെ അളിയനാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അവനിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. എന്തായാലും ഇത്രയ്ക്ക് പോയ സ്ഥിതിക്ക് ഇനി അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ പ്രസവിച്ച അമ്മ തന്നെ അവനെ തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ അവനെന്താ കിട്ടാനുള്ളത്? എന്തായാലും അവനെയും ഗംഗാപ്രസാദിനരികിലേക്ക് തന്നെ എത്തിക്കണം. ജയിലിൽ കിടന്ന് അവൻ കഷ്ടപ്പെടട്ടെ. അവിടെ കിടന്ന് പുറം ലോകം കാണാനാകാതെ അവൻ അനുഭവിക്കണം. അതിനു വേണ്ടിയാണ് ഇനി അടുത്ത തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം കല്യാണി കാർത്തികയുടെ അടുത്ത് തന്നെ ഇരിക്കുക. കിരൺ ആൽബിയെ വിളിച്ചു. ആൽബി, ഒന്ന് എൻ്റെ കൂടെ വരാമോ? എന്താ കിരണേ, എന്തു പറ്റി? അതൊക്കെയുണ്ട്, ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കണം. അങ്ങനെ ആൽബി വന്നതും എന്താ കിരൺ, എന്തു പറ്റി? ഒരു കാര്യമുണ്ട്. കാർത്തികയെ ആ വിക്രം തല്ലി. രാത്രി മോഷ്ടിക്കാൻ കയറി വിക്രം കാർത്തികയുടെ തലയ്ക്കടിക്കുമായിരുന്നു. ചോര വാർന്നു കിടക്കുന്ന കാർത്തികയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള ഒരുത്തനെ വെറുതെ വിടരുത് കിരണേ. അവനെ ശരിയാക്കണം. ഇതുപോലെ എത്ര പേരുടെ തലയ്ക്ക് അവൻ അടിച്ചിട്ടുള്ളത്. പാവം ആ ശരണ്യയുടെ ഭർത്താവിൻ്റെ തലയ്ക്കടിച്ചു. അയാളെയും അബോധാവസ്ഥയിലാക്കിയതല്ലേ? അതെ, അത് തന്നെ ആൽബി എനിക്ക് പറയാനുള്ളത്. അവനെ ഇനിയും വെറുതെ വിട്ട ഇതുപോലെ പലരെയും അവൻ അടിച്ചു തകർക്കും. ചിലപ്പോൾ എൻ്റെ കല്യാണിയെ പോലും തീർക്കാൻ അവൻ വരും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ്റെ വീട് അന്വേഷിച്ച് നമുക്ക് പോകണം. അവൻ ഇപ്പോൾ താമസിക്കുന്നിടത്തില്ല, വേറെ എവിടേക്കും അവൻ താമസം മാറി. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അന്വേഷിച്ച് പോകുക. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും ഒളിത്താവളം കണ്ടുപിടിച്ചു. അങ്ങനെ അത് കണ്ടുപിടിച്ചതും ഇവിടെ തന്നെയുണ്ട് ആൽബി. രണ്ടുപേരെ ശരിയാക്കണം. എല്ലാത്തിനും ചേർത്ത് അവന് കണക്ക് കൊടുക്കണം. എൻ്റെ സോണിയുടെ ജീവിതം തകർത്തതിനും പിന്നെ കാർത്തികയുടെ തലക്കടിച്ചതിനും ശരണ്യയുടെ ഭർത്താവിൻ്റെ തലക്കടിച്ചതിനും ഒക്കെ അവന് പണി കൊടുക്കണം എന്നും പറയാണ്. അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ആൽബി, അതെ കിരണേ, എന്തായാലും അവനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. കിട്ടിയ അവസരം പാഴാക്കാതെ കൊടുക്കണം അവനിട്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി പതുക്കെ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ വിക്രമം പ്രകാശനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛാ, എന്തായാലും നമ്മളെ അന്വേഷിച്ച് ആരും വരില്ല ഇവിടെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. എടാ മക്കളെ, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോടാ ഇങ്ങോട്ടേക്ക് താമസം മാറിയത്? എൻ്റെ അച്ഛാ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ നമ്മളെ ചതിച്ചവരെ തീർക്കണ്ട അച്ഛാ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മളെ ഈ അവസ്ഥയിലാക്കിയവനെ ഒന്നും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അച്ഛാ. അതുകൊണ്ട് തന്നെ എന്നെ ഈ അവസ്ഥയിലാക്കിയവനെയും എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയവനെയും എൻ്റെ അമ്മമ്മയെ നമ്മളിൽ നിന്നും അകറ്റിയവനെയും ഒക്കെ ഞാൻ നല്ല പണി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുവോ അച്ഛാ. കൊടുക്കണോടാ മക്കളെ. പ്രത്യേകിച്ച് ആ കല്യാണിയും കാർത്തികയും എനിക്കുണ്ടായ രണ്ട് പിശാചുകളാണ് അതുങ്ങൾ. ആ രണ്ടെണ്ണത്തിനെയും തീർത്ത നമ്മുടെ സമാധാനം തിരിച്ചു വരും. അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യണം മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട്, മോനെ നീ പോകണ്ട, ഞാൻ പോയി നോക്കാം. ചിലപ്പോൾ നമ്മൾ ആരാന്നറിയില്ലല്ലോ, മോനെ ഇവിടെ ഇരിക്കുക, മുറിയിൽ പോയിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടുക. ഈ സമയം പ്രകാശൻ വിക്രത്തെ പറഞ്ഞു വിട്ടിട്ട് പോയി വാതിൽ തുറക്കുക. വാതിൽ തുറന്നതും കിരണും ആൽബിയും, എന്തിനാടാ നീയൊക്കെ ഇങ്ങോട്ട് വന്നേ? മനുഷ്യൻ എവിടെ പോയി താമസിച്ചാലും അവിടെ ഒന്നും സ്വൈര്യം തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് തലക്കടിക്കുക. സ്വൈര്യം ഉണ്ടാവണമെങ്കിലേ സ്വൈര്യം കിട്ടേണ്ട പ്രവൃത്തികൾ ചെയ്യണം. അല്ലാതെ സ്വൈര്യം കിട്ടാത്ത പ്രവൃത്തികൾ ചെയ്താൽ തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ നീയൊക്കെ പറഞ്ഞു വരുന്നേ? ഇത്രയും നാളും തൻ്റെ തലവെട്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ഒരുത്തൻ ജയിലിലായി. രാഹുൽ എന്ന് പറയുന്ന ബഗാസുരൻ വീടിൻ്റെ ഉള്ളിൽ റെസ്റ്റ് എടുത്ത് കിടക്കുക, എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ. അല്ല, തൻ്റെ മകന് മാത്രം ഇനിയൊന്നും കിട്ടിയിട്ടില്ല. നീയൊക്കെ എന്തിനാടാ എൻ്റെ മോനെ തല്ലാനാണോ ഇങ്ങോട്ട് വന്നത്? അവനെ തല്ലാനല്ല, കൊല്ലാൻ. എന്താ നീ പറയുന്നേ? അവനെ ഇപ്പം താമസിക്കുന്നിടത്തൊന്നും ഇവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? ഞങ്ങളും പോലീസുകാരും അവനെ അന്വേഷിച്ച് ചെല്ലാതിരിക്കേ.
എന്താ എന്താ അവൻ ചെയ്തത്? അവൻ എന്താ ചെയ്തതെന്ന് പറയണോ? കാർത്തികയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ട് മുഖം മൂടി അഴിച്ചു മാറ്റി കാർത്തികയുടെ തലക്കടിച്ചു. അതാണ് അവൻ ചെയ്ത കുറ്റം. ആ കുറ്റം ചെയ്തിട്ടാ അവൻ നിങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ദേ, വെറുതെ അനാവശ്യം പറയരുത്. എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ചെയ്യാത്ത തെറ്റിന് അവൻ്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് നിങ്ങൾ അവനെ അകത്താക്കാൻ ശ്രമിക്കുമല്ലേ? നിർത്തടോ തൻ്റെ സംസാരം. ഇനിയും മകനെ പുകഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്ന തൻ്റെ ഈ സംസാരം ഉണ്ടല്ലോ, എന്ന് അവസാനിക്കുന്നോ അന്നേ താൻ നന്നാവും. തൻ്റെ മോനെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് അവനെ ഇന്നത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കും. അവൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് വിളിക്കവനെ. അവനിവിടെ ഇല്ല. അവനിവിടെ നിന്ന് എവിടേക്കോ പോയി. വേണ്ട, നോണ പറയണ്ട. അവനിവിടെ തന്നെ ഉണ്ട്. കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കറിയാം എന്നും പറയാം. ദേ, മര്യാദയ്ക്ക് പൊയ്ക്കോ കിരണേ. നീ പുറത്തുനിന്ന് എന്ത് വെള്ളം ചെയ്തോ? എൻ്റെ മോനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഈ പ്രകാശൻ ആരാണെന്ന് നീ അറിയും. ഒന്ന് പോടോ. തൻ്റെ ഈ പേടിപ്പിക്കലൊക്കെ ഇനി ഒരാളുടെ അടുത്ത് നടക്കില്ല. തൻ്റെ മോള് പോലും ഒരുപാട് ഉയരങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞു. താൻ തള്ളിക്കളഞ്ഞ തൻ്റെ മകള്, ആ മകൾ ഇന്ന് ലോകം അറിയുന്ന ഒരാളായി. അങ്ങനെയുള്ളപ്പോൾ തന്നെ പേടിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ലടോ. താനേ ഒരു കാര്യം ഓർത്തോ, മകനെ തലയിൽ കയറ്റി വെച്ചു, ഇഷ്ടം പോലെ പഠിപ്പിച്ചു. എന്നിട്ടും തനിക്ക് എന്താണോ ഉണ്ടായേ? തൻ്റെ മകൻ വലിയൊരു കള്ളനായി. പേരും കള്ളൻ. ആ കള്ളനെ ഇനി ലോകം അറിയുന്ന ഒരു ക്രിമിനലാക്കി മാറ്റുകയും ചെയ്യും ഞാൻ. കോടതിയിൽ പോയി ഈ കേസ് നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് ഗംഗാപ്രസാദിനോടൊപ്പം അവനെയും ഞാൻ പറഞ്ഞു വിടും. രണ്ടും കൂടെ ഇനി ജയിലിൽ കിടന്ന് ഓരോരോ ഗൂഢാലോചന നടത്തട്ടെ. ദേ കിരണേ, വെറുതെ ഞാനിപ്പോൾ അമ്പലങ്ങൾ മുഴുവനും പോയി സന്യാസമൊക്കെ കഴിഞ്ഞ് വന്നതാ. സന്യാസോ? താനോ? സന്യാസികളുടെ പേര് കളയാൻ താൻ സന്യാസം സ്വീകരിക്കൊന്നും വേണ്ട. പിന്നെ താൻ വല്ല ഇതിന് പോയതാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, തീർത്ഥാടനത്തിന്. അങ്ങനെ പോയാലും ദൈവങ്ങൾക്കാടോ തലവേദന. തന്നെ പോലെ ഒരുത്തൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ മരിക്കാനായിരിക്കും താൻ പ്രാർത്ഥിക്കുന്നത്. എത്ര കൃത്യമായിട്ട് ഇവൻ പറയുന്നേ. അയ്യോ അല്ല, നിങ്ങൾക്കൊക്കെ നല്ലത് വരാനും നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കാനും വേണ്ടിയാ എന്നോട് തെറ്റ് ചെയ്ത ശത്രുക്കളോട് പൊറുക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. തന്നോട് തെറ്റ് ചെയ്ത ശത്രുക്കളോ? തന്നെ ദ്രോഹിച്ച ശത്രുക്കളോ? താനല്ലേടോ എല്ലാവരെയും ദ്രോഹിച്ച്? പാവപ്പെട്ട കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ മകളായി ജനിച്ചതിൻ്റെ പേരിൽ എന്തോരം പീഡനങ്ങളാണോ അവൾ സഹിച്ചത്? കുഞ്ഞുനാൾ മുതൽ സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ അവളെ ഇട്ട് താൻ എന്തൊക്കെയാണോ ചെയ്തത്? അതുകൊണ്ട് തന്നെ തന്നെ ദ്രോഹിച്ചു എന്ന് പറയണ്ട, താൻ ദ്രോഹിച്ചവരെന്ന് പറഞ്ഞ് മാപ്പ് പറ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം കേൾക്കുമായിരിക്കും. അതിനുള്ള തിരിച്ചടിയും തനിക്ക് കിട്ടും. ദൈവങ്ങളൊന്നും തന്നെ വെറുതെ വിടില്ലടോ. താൻ നോക്കിക്കോ. തൻ്റെ മോൻ തന്നെ തൻ്റെ കഴുത്തറുത്ത് കൊല്ലും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം ശിക്ഷ പിന്നാലെ തന്നെ ഉണ്ടെന്നറിയാതെയാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. വേറൊരുത്തിയുണ്ട്, ബഗാസുരൻ്റെ മകള് സരയു. ഭയങ്കര അഹങ്കാരത്തോടെയാണ് നടക്കുന്നത്. അവൾക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് ലോകത്ത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് അവളുടെ ചിന്ത. എന്നാൽ അവൻ ലോക ഫ്രോഡാണെന്നും ലോക തരികിടയാണെന്നും ഞങ്ങൾക്കല്ലേ അറിയൂ. അവൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പോലും ആത്മഹത്യ ചെയ്യും. ലോകം മുഴുവനും പെണ്ണുകെട്ടി നടക്കുന്ന ഒരുത്തനെയാണ് അവളുടെ ഭർത്താവാക്കിയിരിക്കുന്നത്. അവൾ അറിഞ്ഞാൽ അവളുടെ സമനില തെറ്റും. പിന്നെ ആ പെൺകൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമേ ഇത്തിരി വിഷമം. ഒന്നും അറിയാത്ത ആ പെൺകൊച്ച് എന്ത് പഴിച്ചു, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ദേഷ്യപ്പെടുക. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ മോൻ ഇവിടെ ഇല്ല, അവനിവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവൻ അങ്ങനെ ചെയ്യുകയോ ഇല്ലെന്ന് ഞങ്ങളെ അവനെ നോക്കി മനസ്സിലാക്കിക്കോളാം. താൻ മിണ്ടാതെ മൂലയ്ക്ക് മാറി നിൽക്ക്. എടാ വേണ്ട, അവനിവിടെ ഇല്ല, അവനിവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും ആൽബിയും കൂടെ മുകളിലേക്ക് ഓടിച്ചെല്ലുക. അപ്പോഴേക്കും വിക്രം അവിടെ മുകളിലിരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് ആസ്വദിക്കുക വീടിൻ്റെ ഭംഗിയും അതും ഇതൊക്കെ. വിക്രത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് താഴേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു കിരൺ. അത് കണ്ടതും പ്രകാശൻ, എടാ വിടറ എൻ്റെ മോനെ, ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. കൊടുക്കടാ, ചെന്ന് പരാതി കൊടുക്ക്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യം കൂടെ പറയാൻ. എടാ നീ എന്താ കരുതിയേ നീ ചെയ്തത്? ഞങ്ങൾ മനസ്സിലാക്കൂലെന്നോ? എടാ ഈ നാട്ടിൽ ഒരാളുടെ തലക്കടിച്ച് വീട്ടിൽ മോഷണം നടത്തണമെങ്കിൽ അത് നീ അല്ലാതെ വേറെ ആരും ഇല്ലയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും കളിക്കണ്ട മോനെ. നീ എന്താ ചെയ്തടാ? പാവപ്പെട്ട കാർത്തിക നിന്റെ സ്വന്തം ചേച്ചിയല്ലേടാ? എന്നിട്ട് ആ പെങ്കൊച്ചിൻ്റെ തലക്കടിച്ച് ആ വീട്ടിലുള്ളതൊക്കെ മോഷ്ടിച്ചിട്ട് വന്നിരിക്കുന്നു. കൊല്ലാനായിരുന്നു നിന്റെ ഉദ്ദേശം. ഇത്തവണ നിനക്ക് ജാമ്യം ഇല്ല മോനെ.
കൊലപാതകത്തിന് നിന്നെ അകത്തിടും. നിന്നെ രക്ഷിക്കാൻ ഒരാളും വരില്ല. നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് വരെ ഞങ്ങൾ പോരാടും. അത് കേട്ടതും ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ കൂടുതലൊന്നും പറയണ്ട. ഗംഗാപ്രസാദിൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും. നിന്നെ അടിച്ച് തകർക്കും ഞങ്ങൾ. നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നീ ഇവിടെ നിന്ന് എവിടെയും രക്ഷപ്പെട്ടു പോകരുതല്ലോ. നിന്നെ വളർത്തി ഈ നിലയിൽ വഷളാക്കിയ നിന്റെ തന്തയുടെ മുന്നിലിട്ട് തന്നെ നിന്നെ ഞങ്ങൾ കൊല്ലുകടാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ അടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടി. ഇവിടെ നിന്ന് കിരൺ അടിക്കുന്നു, അവിടെ നിന്ന് ആൽബി അടിക്കുന്നു. ആൽബിയും കിരണും ഫുട്ബോൾ തട്ടുന്നത് പോലെ വിക്രത്തിനെ അങ്ങോട്ട്. നീ എന്താടാ കരുതിയേ? നിന്നെ ഞങ്ങൾ വെറുതെ വിടുവന്നോ? നിന്നെ ഇന്ന് കൊല്ലുകടാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ മുഖം കവളും ടേബിളിലിട്ട് ഉരച്ച് കിരൺ നല്ല ഇടിയിടിക്കുക കൂമ്പിനിട്ട്. അപ്പോൾ പ്രകാശൻ അടിക്കരുത്, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്. അവനൊരു പാവ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെയാണോടോ ചേറ്റെ ഇത്രയും വലിയ വീട്ടിൽ ഇവൻ താമസിക്കുന്നത്? കാലണയ്ക്ക് വകയില്ലാത്ത ഇവൻ എങ്ങനെയാ ഈ വീട്ടിൽ താമസമാക്കിയത്? മര്യാദയ്ക്ക് പറയാൻ. അത് കേട്ടതും ഞങ്ങളൊന്ന് നന്നായി ജീവിച്ച ആർക്കും അത് പിടിക്കില്ലല്ലോ. ഞാൻ തീർത്ഥാടനത്തിന് പോയി പിച്ച തെണ്ടി, അതായത് ഭിക്ഷ യാചിച്ചിട്ടാണ് ഈ പൈസയും കൊണ്ടുവന്ന് ഈ വീടെടുത്തത്. എടോ, താൻ ഈ നുണയൊക്കെ തൻ്റെ മകനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി, ഞങ്ങളോട് പറയണ്ട. മനസ്സിലായല്ലോ? തൻ്റെ മകനെ ഇനി ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവൻ പുറത്തു നിന്നാലേ അപകടം. അതുകൊണ്ട് വിളിക്കാൽബി പോലീസിനെ. ഇവൻ അകത്ത് കിടക്കണം. അതെ, എൻ്റെ സോണിയുടെ ജീവിതവും തകർത്തത് ഇവനാ. ഒരു മകളുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ സോണിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതും ഇവനാ. നുണ പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് നടക്കുന്ന ഇവനാണോ തൻ്റെ ശാപം? അല്ലാതെ തൻ്റെ പെൺമക്കളല്ല. തൻ്റെ 3 പെൺമക്കളും ഇന്ന് നല്ല നിലയിലാണ് ജീവിക്കുന്നത്. ആ പെൺമക്കളെ തനിക്ക് മക്കളായിട്ട് ജനിച്ചതിനെ താൻ ദൈവത്തോട് നന്ദി പറ എന്ന ആ ഭാഗ്യം തനിക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത് ഇവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇവൻ ഒറ്റൊരുത്തനുണ്ടെങ്കിൽ തന്നെ കുഴി തോണ്ടി അതിൽ മൂടാനും മടിക്കില്ല. അതൊന്ന് മനസ്സിലാക്കിയിട്ട് താനൊക്കെ ജീവിക്ക്. എടാ വിക്രം, നീ എന്താടാ വിചാരിച്ചേ? എൻ്റെ കല്യാണിയെ കൊല്ലാന്നോ? എന്നാലേ എൻ്റെ കല്യാണിയെ ഈ ജന്മത്തിൽ നിനക്ക് കൊല്ലാൻ പറ്റില്ലടാ. അവളിന്ന് വളർന്നു കഴിഞ്ഞു. മരത്തിനേക്കാൾ മുകളിലാണ് ഇന്ന് അവൾ വളർന്നു നിൽക്കുന്നത്. അങ്ങനെയുള്ള എൻ്റെ കല്യാണിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിനക്ക് പറ്റില്ല. നീ ഒന്ന് തൊട്ട് നോക്കടാ, അപ്പം നീ വിവരം അറിയും. കാർത്തികേയോ അങ്ങനെ തന്നെയാ. എടാ, നിനക്കൊക്കെ ഇരുട്ടടി അടിക്കാനല്ലേ പറ്റൂ? നേരിട്ടടിക്കാൻ നിനക്ക് കഴിയോ? പുറം ലോകത്ത് നിന്ന് ഇവൻ ബാക്കിയുള്ളവർക്കും കൂടെ അപകടമാണ്. അതുപോലെ കാർത്തികയുടെ കാര്യം ഞാൻ പറയാം. കാർത്തികയും നിനക്ക് ഇരുട്ടിൽ നിന്ന് അടിക്കാനല്ലേ പറ്റുള്ളൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്ന് അടിയടാ ചേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വീണ്ടും എടുത്തിട്ട് കുടയുക. വിക്രത്തിൻ്റെ വായെന്ന് മൂക്കിന്നൊക്കെ ചോര വരികയാണ്. പോലീസിനെ വിളിക്കാൽബി. ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. ഇവൻ എത്ര പേരുടെ ജീവിതമാണ് തകർത്തിട്ടുള്ളത്. പാവപ്പെട്ട ശരണയുടെ ജീവിതം പോലും ഇവൻ തകർത്തതാ. അങ്ങനെയുള്ളപ്പോൾ ഇവൻ ഇനി നമ്മൾ പുറത്തുനിന്ന് പണി കൊടുത്തിട്ട് കാര്യമില്ല. ഇവൻ അകത്ത് കിടക്കണം. നാറി, ഇനി നീ ഗംഗാപ്രസാദിനോടൊപ്പം ജയിലിൽ കിടക്ക്. എന്നിട്ട് ആരെയൊക്കെ കൊല്ലണമെന്ന് അവിടെ കിടന്ന് ഗൂഢാലോചന നടത്ത്. കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ മുറുക്കമർത്തുക. അത് കണ്ടത് പ്രകാശൻ അയ്യോ വീട്, എൻ്റെ മോനെ വീട് എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങയാണ്. മൂങ്ങയോട് കാര്യങ്ങളൊക്കെ പറയുമോ കിരൺ. അപ്പം മൂങ്ങ തലയിൽ കൈവച്ച് നിൽക്കുമോ. എൻ്റെ ഭഗവാനെ, കാർത്തിക മോളെ അങ്ങനെയൊക്കെ ചെയ്തോ? കുറച്ച് നാളാണെങ്കിലും ആ മോളുടെ ഔദാര്യം കൊണ്ട് ഇത്തിരി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചായിരുന്നു. ഒരുപാട് വലിയ നിലയിൽ. എന്നിട്ടും അവളുടെ തലക്കടിക്കാൻ അവനെ എങ്ങനെ തോന്നി? മോനെ, അവനെ വെറുതെ വിടരുത് മോനെ. ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള മനസ്സായത്. അവനെ ഒരുപാട് താലോലിച്ചിട്ടുള്ള കൈയായത്. അവനെ ഞാൻ തന്നെ കൊല്ലാം. ഇനി കൊന്നാലും എനിക്കൊന്നും വരാനില്ല, എനിക്കൊന്നും തീരാനുമില്ല. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. എൻ്റെ മോനെ പ്രസവിച്ചത് ഞാനല്ലേ? അവനെയും കൊന്ന് എൻ്റെ കൊച്ചുമോനെയും കൊന്നിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നല്ലവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ കടുത്ത തീരുമാനം പറയാം. അത് കേട്ടതും വേണ്ട അമ്മമ്മ, അമ്മമ്മ ഒന്നും ചെയ്യണ്ട. അമ്മമ്മയ്ക്ക് ഇനി റെസ്റ്റാണ് വേണ്ടത്. അമ്മമ്മ വയസ്സായി. ഇനി സമാധാനത്തോടെയും സന്തോഷത്തോടെയും അമ്മമ്മ ജീവിക്ക്. അതിനേക്കാൾ മുകളിൽ ഇനി ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കണം. അത് കേട്ടതും എന്നാലും പാവം പെട്ട ആ കൊച്ചിൻ്റെ തലയ്ക്കടിച്ച് അവനെ ഇങ്ങനെ ആക്കിയല്ലോ. ആ പെങ്കൊച്ചിനെ അടിക്കാനും മാത്രം ആ പെങ്കൊച്ച് ഇവനെന്ത് ധൈര്യമുള്ളത്? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും അവനൊന്നും മാറുന്നില്ലല്ലോ. അവൻ കുറേ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങി, എല്ലാ ദൈവങ്ങളെയും ബുദ്ധിമുട്ടിച്ചു. എന്നിട്ടും അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവൻ ആ ഭഗവാന് മുന്നിൽ പോയത്. ഭഗവാനെ കണ്ട് എല്ലാവരും നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അങ്ങനെ പോയത്. എന്തായാലും
എന്തായാലും വെറുതെ വിടരുത് മോനെ, ജയിലിലാക്കണം അവനെ, ഇല്ലെങ്കിൽ അവനെ തൂക്കിക്കൊല്ലാൻ ശിക്ഷ വിധിക്കണം. എത്ര പേരുടെ തലയ്ക്കടിച്ചതിനുള്ള ശിക്ഷ അവനുണ്ടല്ലോ. ദേ അതുകൊണ്ട് നിയമം അനുസരിച്ച് അവന് ചെറിയ ശിക്ഷയൊന്നും വാങ്ങിക്കൊടുക്കരുത്. ജാമ്യം പോലും ഇല്ല വകുപ്പിൽപ്പെട്ട് അവൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് കിടന്ന് നെഞ്ചു നീറി കരയണം. അവൻ്റെ മുഖം കണ്ട് അവൻ്റെ അച്ഛനും അവൻ്റെ കാലിൻ്റെ ചോട്ടി കിടന്ന് കരയണം. തൂങ്ങിച്ചത്ത് കിടക്കുന്ന മകൻ്റെ അരികിൽ കിടന്ന് പ്രകാശൻ കരയുന്ന ആ കരച്ചിലുണ്ടല്ലോ, അതാണ് അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. മകനെ വളർത്തി വഷളാക്കിയതിന് അവന് കൊടുക്കാൻ പറ്റിയ വലിയ ശിക്ഷ എന്നും പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഇതെല്ലാം കേട്ടതും നമ്മുടെ കിരണും ആൽവിയും കടുത്ത തീരുമാനം എടുത്ത് പോവുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.